മസ്കത്തിൽ നിന്ന് 180 കിലോമീറ്റർ അകലെ ഇബ്രയിലാണ് പുരാതനമായ മസ്ജിദുൽ അക്ബ സ്ഥിതി ചെയ്യുന്നത്. ഫലസ്തീന് അഭിമുഖമായി നമസ്കരിക്കാവുന്ന വിധം നിർമ്മിച്ച മിഹ്റാബും നിലവിലെ ഖിബിലയായ മക്കയിലെ കഅബയിലേക്ക് മാറ്റി അടയാളപ്പെടുത്തിയ സ്ഥലവും ഇവിടെ കാണാം. ഹിജ്റ 2-ാം വർഷമാണ് പ്രവാചകൻ മുഹമ്മദ് നബി ഖിബില മസ്ജിദുൽ അക്സയിൽ നിന്ന് മക്കയിലേക്ക് മാറ്റിയത്. മദീനയിലെ പള്ളിയിൽ നമസ്കാരം നിർവഹിക്കുന്നതിനിടെ ഖിബില മാറാൻ പ്രവാചകന് ദൈവിക സന്ദേശം ലഭിച്ചുവെന്നാണ് ചരിത്രം. 2 ഖിബ്ലയുള്ള പള്ളി അഥവാ മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന പേരിൽ മദീനയിലെ ആ പള്ളി ഏറെ പ്രശസ്തമാണ്. ഇബ്രയിലെ അക്ബ പള്ളിയും നാട്ടുകാർക്കിടയിൽ ഇതേ പേരിലാണ് അറിയപ്പെടുന്നത്. ഒമാനിൽ ഇത്തരമൊരു പള്ളി നിർമ്മിക്കപ്പെട്ടതിനെക്കുറിച്ച് 2 നിഗമനങ്ങളുണ്ട്. The first story they said when they built this mosque, it was to first directional to Palestine, Masjid al-Aqsa, and when the God tells Muhammad alayhi salatu wasalam to change the qibla to Makkah al-Mukarramah, they changed the direction. ഒന്ന്, പ്രവാചകൻ കിബില മാറ്റുന്നതിന് മുമ്പ് നിർമ്മിക്കപ്പെട്ടു എന്നതാണ്. 2, ദിക്ക് തെറ്റി പള്ളി നിർമ്മിക്കുകയും തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ പള്ളി പൊളിക്കാതെ മിഹ്റാബ് മാറ്റിയെന്നുമാണ്. ചരിത്രരേഖകൾ പ്രകാരം ഹിജ്റ 6-ൽ മാസിൻ ബിൻ അദൂബയാണ് ഒമാനിൽ ആദ്യമായി ഇസ്ലാം ആശ്ലേഷിക്കുന്നതും മുസ്ലിം പള്ളി നിർമ്മിക്കുന്നതും. ഏതാണ്ട് അത്രയും കാലത്തെ പഴക്കം അക്ബ പള്ളിക്കുണ്ടെങ്കിലും കിബില മാറുന്നതിന് മുമ്പ് നിർമ്മിക്കപ്പെട്ടു എന്നതിന് തെളിവുകളില്ല. ഹിജ്റ 7-ന് ശേഷം അബ്ദ് ജുലന്ത എന്നീ ഭരണാധികാരികളാണ് ഒമാനെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭാഗമാക്കിയത്. എങ്കിലും ഗവേഷകർക്ക് മുന്നിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് അവസരമൊരുക്കുന്നുണ്ട് ഇബ്രയിലെ മസ്ജിദുൽ അക്ബ. ഹിജ്റ 8-ന് ശേഷമാണ് ഔദ്യോഗികമായി ഇസ്ലാം ഒമാനിലെത്തുന്നത്. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടാത്ത പലതും ഒമാനിലുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് മസ്ജിദുൽ അക്ബ. ഒമാനിലെ ഇബ്രയിൽ നിന്നും ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1.